കാർത്തിക രാത്രിയിലൻ കൈക്കുമ്പിളിൽ വീണമുത്തേ കൈവളർന്നും മെയ് വളർന്നും കൺമണിയായി തീർന്നതല്ലേ ചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ നിൻചിരിയും നിൻമൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി ഏട്ടൻ്റെ ചിങ്കാരി. ഈ പാട്ടൊക്കെ നമ്മുടെ എന്താ പറയുക, കുഞ്ഞപ്പയ്ക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ കൊച്ചിനെ മടിയിൽ കിടത്തിയിട്ട് ഇങ്ങനെ പാടും. എനിക്കിഷ്ടമുള്ളൊരു പാട്ടത്. അപ്പോൾ ഒരു കൊച്ചാവണം അല്ലേ, സുന്ദരമായിട്ടുള്ളൊരു പെൺകൊച്ച്. ഇങ്ങനെ ഇവിടെ വന്ന് എന്താ പറയുക, വിരുന്നൊക്കെ വരുമ്പോൾ കുട്ടി ഓടി വന്ന് അച്ചച്ചാന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ആയി, അതുപോലെ ഉറങ്ങാൻ എൻ്റെ കൂടെ ചാടി പിടിച്ച് എന്നെ ഒരുപാട് ഇഷ്ടമുള്ള കൊച്ചൻ. ഞാനിങ്ങനെ എല്ലായിടത്തും കൂടി കൊണ്ടു നടക്കും, ബൈക്കിലൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും. പിന്നെ അവിടെ ഉറക്കാൻ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടും. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കുറേ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീടെത്തിയിട്ടുള്ളൂ. വന്നോടൊപ്പം തന്നെ ഒരു വീഡിയോ അങ്ങനെ ചെയ്യണം, ഞങ്ങളെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ അല്ലേ. ഞാൻ ഇല്ലാതെ ഇപ്പോൾ അവൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമല്ല ഈ പാട്ട്. ലാലേട്ടൻ്റെ ഏറ്റവും നല്ല ഒരു പാട്ടാണ്, പടത്തിലെ പാട്ടാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ കണ്ട പാട്ടാണ് ഉസ്താദ് അല്ലേ. ദിവ്യുണ്ണി പെങ്ങളായിട്ട് വളരെ സ്നേഹിച്ച് വളർത്തിയൊരു പെൺകുട്ടീനെ മറ്റൊരാളിലേക്ക് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹബന്ധത്തിനെ കാണിച്ച ഒരു പാട്ട്, ഒരുപാട് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എനിക്കിപ്പോൾ പാടാനൊന്നും വയ്യ. ഈ യാത്രകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു, ശബ്ദമൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റണം. ഇതേപോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് നല്ല ചുരുണ്ട മുടിയൊക്കെ ഉള്ള ഒരു നല്ലൊരു പെൺകുഞ്ഞ്. ആൺകുട്ടികളെ ഇഷ്ടമല്ലായിട്ടല്ല, പക്ഷെ പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടി കെട്ടിക്കൊടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കും, അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത്. അങ്ങനെ ഒരുപാട് ആഗ്രഹമുണ്ട്. 3 വർഷമായി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്, ശരിയാവും അല്ലേ, ഡോക്ടർ അതിൽ പറഞ്ഞിരിക്കുന്നുണ്ടാവും. പിന്നെ എല്ലാവരും ജീവിതത്തിൽ കുറേ